And I explained both one-dimensional DCT and two-dimensional DCT. I mean that those expressions. Okay. Um, Now we can, before going into the properties of DCT, now you can do a problem, that is, you can generate a discrete cosine transform matrix for n is equal to 4. We have already generated the discrete Fourier transform matrix of n is equal to 4, for size is equal to 4. Now you are going to generate DCT matrix for n is equal to 4. Okay. From let's check how to find out those metrics. Okay. നിങ്ങൾ ഇതെല്ലാവരും എഴുതിയില്ല, ഇക്വേഷൻ എല്ലാവരും എഴുതിയതല്ല, എഴുതിയിരുന്നില്ല ഇക്വേഷൻ? ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇക്വേഷൻ രണ്ട് വൺ ഡയമെൻഷൻ ഇക്വേഷൻ, ടു ഡയമെൻഷൻ ഇക്വേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദോസ് മെട്രിക്സസ്. ഒരു ട്രാൻസ്ഫോം ഡി എഫ് ടിയുടെ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ സൈസ് എൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ വൺ ഡയമെൻഷൻ ഡി എഫ് ടിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, കെന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ, ഐ മീൻ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ k0 ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ, ഒരു ഇക്വേഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ കോയിഫിഷ്യൻസ് എക്സ് ഓഫ് എന്നിന്റെ കോയിഫിഷ്യൻസ് എടുത്ത് എഴുതുക അല്ല. അടുത്ത k1 ആക്കും, അഗൈൻ k1 ആക്കും, യു വിൽ ഗെറ്റ് കോയിഫിഷ്യൻസ് ഓഫ് എക്സ് ഓഫ് എൻ. അപ്പൊ അത് എടുത്ത് എഴുതും. അത് രണ്ടാമത്തെ റോ ആയിട്ട് എഴുതും. ആദ്യം കിട്ടിയ നമ്മൾ ഫസ്റ്റ് റോ ആയിട്ട് എഴുതും, രണ്ടാമത്തത് അടുത്ത റോ ആയിട്ട് എഴുതും അല്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യു ആർ ക്രിയേറ്റിംഗ് റോസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മെട്രിക്സ്. അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ക്രിയേറ്റ് ഡി സി ടി മെട്രിക്സ്. അപ്പൊ ഡി സി ടി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ എന്തായിരിക്കും സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഇതേപോലെ തന്നെയാണ്. എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും അശ്വിത? കേൾക്കുന്നില്ല, പറഞ്ഞോ. വി ഓഫ് എന്താ പറഞ്ഞ? വി ഓഫ് കെ. വൺ ഡയമെൻഷണൽ ഡി സി ടിയുടെ ഇക്വേഷൻ എഴുതുക അല്ലെ. വൺ ഡയമെൻഷണൽ ഡി സി ടിയുടെ ഇക്വേഷൻ എഴുതുക. അതിൻ്റെ അകത്ത് കെന്റെ വാല്യൂ നിങ്ങൾ വേറെ ചെയ്യുക. കെന്റെ വാല്യൂ വേറെ ചെയ്തിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കോയിഫിഷ്യൻസ് ഉണ്ടാവും. ആ കോയിഫിഷ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതായിരിക്കും ഓരോ റോ എന്ന് പറയുന്നത് അല്ലെ, ഓരോ നമ്മുടെ മെട്രിക്സിന്റെ റോ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, യു ഹാവ് ടു റൈറ്റ് വൺ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഡി സി ടി അല്ലെ. നമുക്ക് നമ്മളോട് പറഞ്ഞത് ഡി സി ടി മെട്രിക്സ് ആണല്ലേ, ഡി സി ടി മെട്രിക്സ് ഓഫ് സൈസ് 4 അല്ലെ, സൈസ് n is equal to 4. ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ നമ്മൾ ഡി സി ടി മെട്രിക്സിന്റെ വൺ ഡയമെൻഷണൽ ഡി സി ടി മെട്രിക്സ് എഴുതി. അതായത് വൺ ഡയമെൻഷണൽ ഡി സി ടിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ എന്താ ഇക്വേഷൻ പറഞ്ഞു? എന്താ നിങ്ങൾ എഴുതിയ? V of k is equal to alpha k summation n is equal to 0 to n minus 1 n cos to n plus 1 u of k u of n അല്ലേ അവിടെ? u of n cos എന്താണ് 2n plus 1 pi k by 2n. ഇതെല്ലാം കോസിന്റെ അകത്തേക്ക് വരുന്നതാണ് അല്ലേ. കെയുടെ വാല്യൂ എന്തായിരിക്കും? 0, 1 അപ് ടു n മൈനസ് 1 വരെ പോകും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, വൺ ഡയമെൻഷണൽ ഡി എഫ് ടിയുടെ ഇക്വേഷൻ, ഐ മീൻ ഡി സി ടിയുടെ ഇക്വേഷൻ. ഓക്കെ, കാണുന്നില്ലല്ലോ ആരും? കാണുന്നില്ലേ? സർ കാണുന്നുണ്ട്.
ഓക്കെ. ഇനി ആൽഫ കെയുടെ വാല്യൂ എങ്ങനെയായിരുന്നു? 1/√10. എപ്പോഴും കെ 0 ആയിരിക്കുന്ന സമയത്ത് ആൽഫ ഓഫ് കെയുടെ വാല്യൂ 2/√10. എപ്പോഴാ? √2/n. ഇത് √1/n എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. കെന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0. അതായത് കെന്റെ വാല്യൂ 1 to n-1 വരെ നമ്മൾ ആൽഫ ഓഫ് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് √2/n. കെ 0 ആവുന്ന കണ്ടീഷനിൽ മാത്രം, കേസിൽ മാത്രം വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് 1/√n. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ കോഎഫിഷ്യൻസ് മെട്രിക്സ് ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ n എത്രയാണ്? പറ. n 4 ആണ് അല്ലേ? അപ്പൊ n നമുക്ക് 4 കിട്ടി. n 4 ആണ്. അപ്പൊ നമുക്ക് ഒന്ന് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഓഫ് കെ ഈസ് ഈക്വൽ ടു n ന്റെ വാല്യൂ കൊടുക്കാം. ആൽഫ ഓഫ് കെ എന്ത് വരും? സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 to 3 അല്ലേ? യു ഓഫ് n കോസ് 2n plus 1 pi into k by 2 into 3 വരും അല്ലേ? 6 വരും. സോറി, 2 into 4. സോറി 2 into 4 8 വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കെ 0 ആക്കും. കെ 0 ആക്കി. അപ്പം നമുക്ക് വി ഓഫ് 0 കിട്ടും. വി ഓഫ് 0. നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് ഓഫ് കെയും എക്സ് ഓഫ് എൻ എന്ന് എഴുതിയ കേട്ടോ, തെറ്റൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ എക്സ് ഓഫ് എന്നും എക്സ് ഓഫ് കെ നമ്മൾ DFT എഴുതിയ പോലെ തന്നെ, ഒന്നുമില്ല വ്യത്യാസം അതിൻ്റെ അകത്ത്. എന്താണ്? ഒരു ആൽഫ ഓഫ് കെ നമുക്ക് പുറത്ത് ഒരു സ്കെയിലിംഗ് ഫാക്ടർ വരുന്നുണ്ട്. അതിന് പുറമെ ഈ ഇക്വേഷൻ നമ്മൾ മറ്റേതിൽ e⁻−j2πn/k/n എഴുതുന്നതിന് പകരം ഇവിടെ എന്ത് എഴുതുന്നത്? cos 2n + 1 πk/2n. അപ്പൊ ആ ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം? വി ഓഫ് 0. അപ്പൊ കെ 0 ആകുന്ന സമയത്ത് ആൽഫ ഓഫ് കെയുടെ വാല്യൂ എത്രയാ? പറ. 1/√10. 1/√10. 1/√10 വെച്ചാൽ 1/√4. ദാറ്റ് ഈസ് 1/2 വരും അല്ലേ? 1/2 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അല്ല, എക്സ്പാൻഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട വാല്യൂ അല്ലേ? അപ്പൊ എന്ത് വരും? n is equal to 0 to 3 u of n cos അല്ലേ 2n plus 1 pi into 0 by 8 എന്ന് വരും. ഓക്കെ, അപ്പൊ കോസ്, ഇത് കോസ് എന്ത് വരും? ഇവിടെ എന്താ വരുക? ആംഗിൾ എന്ത് വരും? പറ. 0. അതായത് യു ഓഫ് എൻ കോസ് 0 എന്ന് വരും. ശരിയല്ല പറഞ്ഞ? അപ്പൊ എന്താ വരിക? 1/2 കോസ് 0 എന്താണ്? 0 to 3. ഇവിടെ എന്ത് വരും? യു ഓഫ് എൻ എന്ന് വരും. ശരിയല്ല? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 1/2 എന്ത് വരും? യു ഓഫ് എൻ, യു ഓഫ് സി, എന്നിന് വാല്യൂ കൊടുത്തല്ലേ? കെന്റെ വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം വി ആർ ഗിവിംഗ് വാല്യൂസ് ഫോർ എൻ. ഓക്കെ, അപ്പൊ എന്ത് വരും? യു ഓഫ് 0. ഈ എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. യു ഓഫ് 0, യു ഓഫ് 1, യു ഓഫ് 2, യു ഓഫ് 3. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് എന്ത് വരും? ഇതിനെ മാറ്റുമ്പോൾ എന്ത് വരും? 0.5 വരും. 0.5 യു ഓഫ് 0 പ്ലസ് 0.5 യു ഓഫ് 1 പ്ലസ് 0.5 യു ഓഫ് 2 പ്ലസ് 0.5 യു ഓഫ് 3. ദിസ് ഈസ് അവർ ആദ്യത്തെ നമ്മൾ കെന്റെ വാല്യൂ കെ 0 ആയിരിക്കുമ്പോഴുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ യു ഓഫ് 0 ഓരോന്നിനും എന്താ കിട്ടിയത്? കോഎഫിഷ്യന്റ് എന്താ കിട്ടിയത്? എന്താ കിട്ടിയേ? 0.5. അപ്പം ഈ 0.5 0.5 0.5 0.5 ദാറ്റ് വിൽ ബി അവർ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മുടെ DCT മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഇസ് 0.5 0.5 0.5 0.5. ഇനി അടുത്ത റോ എങ്ങനെ കണ്ടുപിടിക്കോ? പറ. K1 ചെയ്ത് നോക്കിയ കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യും. കേക്ക് 1 ഇട്ട് കൊടുക്കുക, എന്താ വരുന്നത് നോക്കുക. അപ്പൊ ഈ ഇവിടെ ഒരു ആംഗിൾ ഒക്കെ വരും. 0 അല്ല, 5 into 1/8 എന്നൊക്കെ വരും.
അപ്പോൾ അവിടെ ആംഗിൾ കണ്ടുപിടിക്കണം നിങ്ങൾ കേട്ടോ. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? ആണെങ്കിൽ ഇതും കൂടി ജസ്റ്റ് ഞാൻ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആൽഫ ഓഫ് കെ എന്താ വരും? √2/n. വി ഓഫ് 1 ആണ് കണ്ടുപിടിക്കുന്നത്. √2/n. √2/n എന്ന് പറയുമ്പോൾ എന്താ എത്ര വാല്യൂ? √2/4, √1/2 എന്ന് വരും അല്ലേ? √1/2 വരും. √1/2 ഇൻറ്റു എന്താ വരും? പറ സമ്മേഷൻ പറഞ്ഞു. n is equal to 0 to 3 അല്ലേ? u of n പറ അടിച്ചെന്താ വരും? നമ്മൾ cos 2n plus 1 pi into 1 അല്ലേ? pi into 1 by പറ 8 അല്ലേ? എഴുതിയില്ലേ? എഴുതുന്നില്ല? അഭിജിത്ത് എഴുതുന്നില്ലേ? മനസ്സിലായിട്ട് ഇന്നലെ എടുത്തതാണ് DCT, അതായത് 1 ഡയമെൻഷണൽ DCT, 2 ഡയമെൻഷണൽ DCT. അതിന്റെ ഫോർമുലയാണ് ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്നു. ബാക്കിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ DCT മെട്രിക്സ് ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പണ്ട് DFT മെട്രിക്സ് ഉണ്ടാക്കിയ അതേ മെത്തേഡ് തന്നെ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യാം? സൗമ്യ? നമുക്കിത് നോക്കാം അല്ലേ? ഇതിൽ നമ്മൾ കെന്റെ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഇതെത്രയാണ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം n-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? അപ്പൊ എന്ത് വരും? u of 0 into n ഇപ്പൊ 0 ആക്കിയാ ഞാൻ cos എന്ത് വരും? പറ 2 into 0 plus 1 pi/8. അപ്പൊ എന്ത് വരും? cos pi/8 എന്ന് വരില്ലേ? മനസ്സിലാവുന്നുണ്ടാ പറയുന്നത്? നമ്മൾ കെന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നൗ വി ആർ ഗോയിങ് ടു expand the summation, that is we are giving values for n. ശരിയല്ലേ? ഇവിടെ കേൾക്കുന്നില്ല നിങ്ങൾ? ഓക്കെ. പിന്നെ എന്താ അടുത്ത പറ? നിങ്ങൾ പറ, ഞാൻ പറയുന്നില്ല. അടുത്ത് എന്താ വരും? u of 1 into എന്ത് വരും? cos 3π/8. 3π/8 വരും അല്ലേ? 1 കൊടുത്തു, എന്നെ ഞാൻ 1 കൊടുത്തു, അപ്പം 3π/8 വരും. നെക്സ്റ്റ് u of 2 into എന്ത് വരും? 5π/8. 5π/8. അടുത്തത് u of 3 into cos 7π/8. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അതായത് പുറത്തൊരു √1/2 ഉണ്ടാകും, മിസ്സായി പോകാൻ പാടില്ല. ഇനി ഇതിന്റെ വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കുക. √1/2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കോയിഫിഷ്യൻസ് കിട്ടും. മനസ്സിലായി? അത് നമുക്കിവിടെ മെട്രിക്സിൽ എഴുതാം. കണ്ടുപിടിക്ക. ദീപ്തി മനസ്സിലാവുന്നുണ്ടോ? ഹരിത? സനില മനസ്സിലാവുന്നുണ്ടോ? സനില ഏത് ഫസ്റ്റ് പറഞ്ഞതാ? ഇതൊന്നുമില്ല, നമ്മൾ നിങ്ങളുടെ DFT മെട്രിക്സ് ഉണ്ടാക്കിയില്ല 4/4 കഴിഞ്ഞ പ്രാവശ്യം എഴുതി ഓർമ്മയില്ല? അതേപോലെ തന്നെ DCT മെട്രിക്സ് കെന്റെ വാല്യൂ നമ്മൾ 0 കൊടുത്തു. അതായത് u of n നമുക്കറിയില്ല, u of n നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. u of n അത് x of n പോലെ ഇവിടെ u of n x of n ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്ത് ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പൊ അതവിടെ വെച്ചിട്ട് നിങ്ങൾ കെന്റെ വാല്യൂ വേരി ചെയ്യുക. അപ്പൊ അതിന് വരുന്ന കോയിഫിഷ്യൻസ് നമ്മൾ എടുത്ത് എഴുതും. അതാണ് ആ മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യാം. ഹർഷ മനസ്സിലാവുന്നില്ല? ഹർഷ? അശ്വിൻ? ഓക്കെ, ചെയ്യുന്നുണ്ടോ? ഓക്കെ.
കിട്ടിയോ നിങ്ങൾക്ക്? 0.7. 0.707 പുറത്ത് വരുന്നതാണോ പറഞ്ഞേ? കോഎഫിഷ്യന്റ്. അല്ല, യു ഓഫ് സി കോസ് പൈ ബൈ 8 ഉണ്ടാവുന്നത്. നിങ്ങൾ ആ ആംഗിളിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചോ അശ്വിത? ആംഗിളും കണ്ടുവച്ചു, പിന്നെ ആ √1/2 അതും കൂടി ഇൻറ്റു ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എത്രയാണ് എക്സാക്ട് വാല്യൂ? 0.707 വരും. 7 ആണോ വരുന്നത്? അടുത്ത വാല്യൂ 0.6531 ആണോ? 653 അങ്ങനെയല്ലേ വരുന്നത്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. വാല്യൂ വരുന്നത് ഇങ്ങനെ വരും. യു ഓഫ് 0 ഇൻറ്റു സോറി 0.6532 എന്ന് വരും. ഉണ്ടോ? കിട്ടുന്നുണ്ടോ അങ്ങനെ? എനിക്ക് എല്ലാത്തിലും 0.706 ആയിരുന്നു. എങ്ങനെ ആർക്ക് എവിടെ കിട്ടിയ? കോഎഫിഷ്യന്റ് 0. കോസ് പൈ ബൈ 8 എത്ര കിട്ടിയത്? cos π/8 ഇൻറ്റു √1/2 ചെയ്ത് അപ്പം 0.706 വന്നു. കോസ് പൈ ബൈ 8 എത്ര കിട്ടിയത് ആംഗിള്? ആ പൈ ബൈ 8 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, പൈ ബൈ 8 കംപ്ലീറ്റ് ആംഗിൾ ആണ് കേട്ടോ, കോസ് പൈ ബൈ 8 അല്ല. ഇതെല്ലാം കംപ്ലീറ്റ് ആംഗിൾ ആണ്. സാറേ ഡിഗ്രിയിലേക്ക് നോക്കിയിട്ടുണ്ടാവുക, റേഡിയനിൽ മാറ്റാണ്ട് പൈ ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിഗ്രിയിലാണ്. ബാക്കി എല്ലാവർക്കും കിട്ടിയോ? സനില കിട്ടുന്നുണ്ടോ? ദീപ്തി എന്തൊക്കെയാ കിട്ടിയ വാല്യൂസ്? കിട്ടുമോ? ചെയ്തു കഴിഞ്ഞോ? ഞാൻ ഓരോന്നിന്റെയും കണ്ടതാണ്. 0.70 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. എന്നാ ചെയ്. എന്താ വന്ന അഭിജിത്ത്? 0.6532 ഇൻറ്റു യു ഓഫ് 0 0.2704 മൈനസ് 0.2704 04 യു ഓഫ് 1 മൈനസ് 0.2704 യു ഓഫ് 2 പിന്നെ മൈനസ് 0.6532 0.6532 അതന്നെ. ഇത് കിട്ടുന്നുണ്ടോ നോക്കണം, എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. യു ഓഫ് 3 എന്ന് അല്ല. അപ്പൊ ഇതാണ് നമ്മുടെ റോ, സെക്കൻഡ് റോ. കോഎഫിഷ്യൻസ് നിങ്ങൾ നോക്കുക. ഇത് 4 നമ്മുടെ കോഎഫിഷ്യൻസ്. അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ നമുക്കത് എഴുതാമല്ലോ. 0.6532 പിന്നെ 0.2704 again minus 0.2704 0.6532. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മുടെ? അശ്വിത കറക്റ്റ് ചെയ്തോ? അടുത്ത എന്താ? നമ്മൾ 2 ആക്കി. അപ്പൊ കണ്ടുപിടിച്ചോ, പെട്ടെന്ന് ചെയ്തോ. അപ്പൊ ആൽഫ ഓഫ് കെ എന്ന് പറയുന്നത് അതേ വാല്യൂ തന്നെ വരും അല്ലേ? 1/√10 അല്ല, √2/n വരും. അപ്പം അതായത് √1/2 തന്നെ. ബാക്കി നിങ്ങൾ ചെയ്യാം. എന്നിന് കെ ആദ്യം മാറ്റുക, എന്നിന് വാല്യൂ കൊടുക്കുക. കെ ആദ്യം മാറ്റുക, സമ്മേഷൻ ബ്ലോക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഇക്വേഷൻ കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം വി ഓഫ് ഇത് 2 വരുമ്പോൾ എത്രയാണ് വരുന്നത് നോക്കുക. സിമിലർലി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് when k is equal to 3.
ഓക്കെ, കിട്ടിയോ? കമ്പ്യൂട്ട് ചെയ്തോ? വി ഓഫ് 2 ആൻഡ് വി ഓഫ് 3. ഓക്കെ, എന്താ വന്നത്? K2 ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു വാല്യൂസ് കിട്ടിയത്? ജസ്റ്റ് ആ വാല്യൂസ് മാത്രം പറഞ്ഞാൽ മതി. 0.5 K2 ആയിരിക്കുമ്പോഴല്ലേ? 0.5 minus 0.5 ഓക്കെ, minus 0.5 മൈനസ് 0.5 അല്ലേ? അഗൈൻ 0.5. ഇങ്ങനെയാണ് നോട്ട് ചെയ്യാൻ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയിരുന്നോ? ആ സർ. അടുത്ത കണ്ടുപിടിച്ചോ? minus 0.2704 ഓക്കെ, മൈനസ് ഇല്ലേ? മൈനസ് ഉണ്ടോ? മൈനസ് ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല മൈനസ് ഇല്ല. ഇല്ല മൈനസ് ഇല്ല. ഇല്ല, മൈനസ് ഇല്ല. ഓക്കെ, അടുത്തത് മൈനസ് 0.6532 0.653 0.6532 0.653 minus 0.277 minus 0.27 ഇതാണ് നമ്മുടെ DCT മെട്രിക്സ് കേട്ടോ. അതായത് when n is equal to 4 our DCT മെട്രിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് 1 ഡയമെൻഷൻ എന്ന് ചോദിച്ചിട്ടല്ലോ. എങ്ങനെ? ഇല്ല, നമ്മൾ കണ്ടുപിടിക്കണ്ട. നമ്മൾ ഇതെന്തിനാ ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്ത് ഓർമ്മയില്ല? DFT മെട്രിക്സ് വെച്ചിട്ട് നമ്മളൊരു മൾട്ടിപ്ലൈ ചെയ്തില്ല, ഒരു ഇമേജിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. മനസ്സിലായി പറഞ്ഞത്? അത് മറ്റേതില് DFT വെച്ചിട്ട് DFT വെച്ച് അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? DCT വെച്ചിട്ടും ചെയ്യണം. DCT വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെട്രിക്സ് ഉണ്ടാക്കുന്നത്. ആ മെട്രിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? 1 ഡയമെൻഷണൽ ട്രാൻസ്ഫോം വെച്ചിട്ടാണ് നമ്മൾ ആ മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കുക. 2 ഡയമെൻഷണൽ ട്രാൻസ്ഫോം ഉണ്ട് ഇതിന്റെ. അതിന്റെ ഇക്വേഷൻ ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കോപ്പി ചെയ്യാം കേട്ടോ അഭിജിത്ത്. അത് കണ്ടിട്ട് അപ്പൊ ഇത് V of K എന്നുള്ള V of KL വരും, U of MN വരും. ബാക്കി ഉള്ളതെല്ലാം അതിനനുസരിച്ച് വ്യത്യാസം വരും. നമ്മൾ 2D DFT എഴുതിയ പോലെ തന്നെ 2D DCT എഴുതി വെക്കുക. അപ്പൊ ഇത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വേണം. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ U എന്ന് പറയുന്ന സ്പേഷ്യൽ ഡൊമൈനുള്ള ഇമേജ് ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് അതിനെ V എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡൊമൈനുള്ള ഇമേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ FU F ട്രാൻസ്പോസ്. ഓക്കെ, ഈ എഫിനെ നമ്മൾ എന്താ പറയാ? ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളിപ്പം ഈ DCTന്റെ കേസിലാണെങ്കിൽ ഇപ്പം സപ്പോസ് n is equal to 4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം DCT മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ട്രാൻസ്ഫോർമേഷൻ F എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഈ മെട്രിക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ട്രാൻസ്ഫോം തന്നു കഴിഞ്ഞാൽ അതിൽ ആ മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. സപ്പോസ് ഇവിടെ n നിങ്ങൾക്ക് 4 ആണ്, n 2 ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം? എങ്ങനെ ചെയ്യാം? n 2 ആകുമ്പോൾ എന്ത് ചെയ്യും? പറ. n-ന്റെ പ്ലേസിൽ നമ്മൾ 4-ന് പകരം ഇവിടെ 2 കൊടുക്കും. ബാക്കി എന്നിട്ട് 2/2 മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കും അല്ലേ? സോ ദാറ്റ് ഈസ് ദ വേ ഹൗ വി ക്രിയേറ്റ് മെട്രിക്സ്. മനസ്സിലായോ? ട്രാൻസ്ഫോം മെട്രിക്സ് എല്ലാം അങ്ങനെ ഉണ്ടാക്കേണ്ടത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു 4/4 DCT മെട്രിക്സ് ഉണ്ടാക്കി. ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു മെട്രിക്സ് തരും. ഇപ്പൊ 1 2 ഞാൻ ഇപ്പം എന്താ പറയുക, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു മെട്രിക്സ് തന്നു. ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് തന്നു. ഇപ്പം 4 3 2 1. ഓക്കെ, ഇതിന്റെ DCT അപ്ലൈ ചെയ്തിട്ട് DCT ട്രാൻസ്ഫോം നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്ലൈ 2D DFT ടു ദിസ് മെട്രിക്സ് എന്ന് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? മെട്രിക്സ് ആദ്യം ഉണ്ടാക്കണം. n 2 ആക്കി വെച്ചിട്ട് മെട്രിക്സ് ഉണ്ടാക്കുക അല്ലെ? അത് എളുപ്പം കിട്ടും നമുക്ക്. ആ മെട്രിക്സ് ഉണ്ടാക്കിയ ശേഷം എന്ത് ചെയ്യാം? ആ മെട്രിക്സ് ഇൻടു ഈ ദിസ്, ഇതാണ് U അല്ലെ? നിങ്ങൾ ഉണ്ടാക്കുന്ന മെട്രിക്സ് ആയിരിക്കും F എന്ന് പറയുന്നത്. അപ്പം പർട്ടിക്കുലർ ആ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻടു ദിസ് U അഗൈൻ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്?
മനസ്സിലായോ? ആ സർ. ഓക്കെ. സനില ക്ലിയർ ആണോ പറഞ്ഞത്? പിന്നെ നമുക്ക് അനുവിന്ദ് എഴുന്നില്ല. അനുവിന്ദ് മനസ്സിലായില്ലേ? പറഞ്ഞല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഓരോ പ്രോപ്പർട്ടീസും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത് നമ്മൾ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? DCT എന്ന് പറയുന്നത് റിയൽ ആണ്. റിയൽ ആൻഡ് ഓർത്തോഗണൽ ആണ്. റിയൽ ആൻഡ് ഓർത്തോഗണൽ എന്ന് പറയും. ഓർത്തോഗണൽ അല്ലെങ്കിൽ യൂണിറ്ററി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ച് റിയൽ ആൻഡ് ഓർത്തോഗണൽ. റിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആ DFT മെട്രിക്സ് നോക്കിയേ. നമ്മൾ DFT മെട്രിക്സ് ഉണ്ടാക്കിയ സമയത്ത് അല്ലെ DFT നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വി ഹാവ് സം ഇമാജിനറി ടേംസ്. J വാല്യൂസ് ഉണ്ടല്ലോ, I വാല്യൂസ് ഇല്ല, ഇമാജിനറി ടേംസ് ഉണ്ടാവും അല്ലെ. പക്ഷെ DCTന്റെ കേസിൽ എന്താ? ഇമാജിനറി ടേംസ് ഉണ്ടാവില്ല. എപ്പോഴും റിയൽ വാല്യൂസ്, അതിന്റെ കോഎഫിഷ്യൻസ് എപ്പോഴും റിയൽ ആയിരിക്കും. അതാണ് റിയൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഈ ഓർത്തോഗണൽ നമ്മൾ സിമെട്രിക് എന്ന് പറയും. DFT മെട്രിക്സ് ഈസ് സിമെട്രിക് എന്ന് പറയും. ഓർത്തോഗണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം A എന്ന് പറഞ്ഞ മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ എന്താണ്? A ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് I ആയിരിക്കും. A ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. അപ്പൊ നിങ്ങൾ DFT മെട്രിക്സ് ഇപ്പൊ ഉണ്ടാക്കി ആ DFT മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക, അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് I ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഓർത്തോഗണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മറ്റേ നമ്മൾ സിമെട്രിക് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് DFTയിൽ. DFTയിലെ സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? A equal to A ട്രാൻസ്പോസ് ആണ് സിമെട്രിക്. ആ ട്രാൻസ്പോസ് എടുത്താൽ സെയിം മെട്രിക്സ് തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ സിമെട്രിക് എന്ന് പറയും. ഇവിടെ A ഇൻറ്റു A ട്രാൻസ്പോസ് നിങ്ങൾക്ക് I കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് ദ മെട്രിക്സ് ഈസ് ഓർത്തോഗണൽ. അപ്പൊ അത് രണ്ടും നോക്കി വെക്കുക. റിയൽ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻസ് എല്ലാം റിയൽ വാല്യൂസ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? ഓർത്തോഗണൽ പ്രോപ്പർട്ടി നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നു. എന്താ ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെട്രിക്സ് എഴുതിയെടുക്കാം. നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 4x4 മെട്രിക്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 2x2 മെട്രിക്സ്. നിങ്ങൾ ഈ 4x4 മെട്രിക്സും 2x2 മെട്രിക്സ് ഒക്കെ 2x2 മെട്രിക്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. 4x5 മെട്രിക്സ് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. DCTയും അതുപോലെ തന്നെ DFTയും ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കും. അപ്പൊ നിങ്ങൾ അന്നേരം ഇരുന്ന് ഉണ്ടാക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എളുപ്പമാണത്. ആകെ 3 കോഎഫിഷ്യൻസ് 0.5ഉം 0.2704ഉം 0.653 അതല്ലേ വരുന്നുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾക്കത്. ഓക്കെ. അപ്പം ആ മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് I കിട്ടും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് DCT മെട്രിക്സ് എന്ന് പറയുന്നത് ഓർത്തോഗണലാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചെയ്തു നോക്കാം. ഓക്കെ. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെപ്പറബിൾ പ്രോപ്പർട്ടി കേട്ടോ. നമ്മൾ ഇതിൽ പഠിച്ച തന്നെ സെപ്പറബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെപ്പറബിൾ പ്രോപ്പർട്ടി. ഓക്കെ. എന്താണ് സെപ്പറബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? എന്താണ് പറ. 2D DFTയുടെ കേസിൽ നമ്മൾ പറഞ്ഞതാണ് സെപ്പറബിൾ പ്രോപ്പർട്ടി. എന്താണ്? അതായത് 2D DCT can be computed as 2 separate one-dimensional transforms. അതായത് 2D DFT നമുക്ക് 2 one-dimensional transform മാറ്റിയിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡു ദ റോ വൈസ് ഓപ്പറേഷൻ. റോ വൈസ് നമ്മൾ എന്ത് ചെയ്യാം? കോഎഫിഷ്യൻസ് U എന്ന് പറഞ്ഞൊരു മെട്രിക്സ് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ റോ വൈസ് അത് എഴുതിയിട്ട് നിങ്ങൾക്ക്
ഫസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ 1 ഡയമെൻഷണൽ DFT കണ്ടുപിടിക്കും, ഐ മീൻ DCT കണ്ടുപിടിക്കും. അഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, കോളം വൈസ് അതിന് എന്ത് ചെയ്യുക, വീണ്ടും 1 ഡയമെൻഷണൽ DCT കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2D DCT കണ്ടുപിടിക്കുക. 2D DCT 2D ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിന് പകരം. ഓക്കെ, അതായത് 2 സ്റ്റെപ്സ് സക്സസീവ് 1 ഡയമെൻഷണൽ ഓപ്പറേഷൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2D DCT കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതന്നെയാണ് നമ്മൾ എന്താ പറയുക, സെപ്പറബിൾ പ്രോപ്പർട്ടി എന്ന് പറയും കേട്ടോ, സെപ്പറബിൾ പ്രോപ്പർട്ടി. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇപ്പൊ നമ്മൾ പഠിച്ചതെന്തല്ല, യൂണിറ്റ് ഇത് സിമെട്രിക് പ്രോപ്പർട്ടി പഠിച്ചു, ഓർത്തോഗണൽ പ്രോപ്പർട്ടി പഠിച്ചു, അഗെയിൻ സെപ്പറബിൾ പ്രോപ്പർട്ടി പഠിച്ചു അല്ല, ഇത്രയും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, അഡ്വാൻറ്റേജ് എന്ന് പറയാം, പ്രോപ്പർട്ടി എന്നും പറയുകയാണെങ്കിൽ എനർജി കോമ്പാക്ഷൻ. ഓക്കെ, DF എപ്പോഴും ഒരു പ്രോബ്ലം ആണ്, നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു തിയറി പാർട്ടാണ് അല്ലെ. DCT ഹാസ് എന്താണ്, എക്സലന്റ് എനർജി കോമ്പാക്ഷൻ എന്ന് പറയും, എക്സലന്റ് എനർജി കോമ്പാക്ഷൻ എന്ന് പറയും, എനർജി കോമ്പാക്ഷൻ കമ്പയർഡ് ടു അതർ ട്രാൻസ്ഫോംസ്. എക്സലന്റ് എനർജി കോമ്പാക്ഷൻ കമ്പയർഡ് ടു അതർ ട്രാൻസ്ഫോംസ്. അപ്പൊ എനർജി കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പം DCT അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം F ട്രാൻസ്ഫോം മെട്രിക്സ്, U F ട്രാൻസ്പോസ്, ഇതാണ് നമ്മുടെ V ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. F എന്ന് പറയുന്ന DCT മെട്രിക്സ്, F ട്രാൻസ്പോസ് DCT മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ എനർജി അല്ലെങ്കിൽ ഇമേജിന്റെ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനർജി എന്താണെന്നൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിഗ്നലിന്റെ കൂടുതലായിട്ടുള്ള കണ്ടൻസ്, സിഗ്നലിലുള്ള ഡീറ്റെയിൽസ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ലോവർ കോഎഫിഷ്യൻസ്, വളരെ കുറഞ്ഞ കോഎഫിഷ്യൻസിലേക്ക് എന്തായിരിക്കും പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സപ്പോസ് തുടക്കത്തിലുള്ള ഇപ്പൊ നമുക്കിത് കിട്ടുമ്പോൾ ഒരു വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ തുടക്കത്തിലുള്ള കോഎഫിഷ്യൻസ് ആയിരിക്കും. ഈ തുടക്കത്തിൽ, അതായത് ഈ സ്റ്റാർട്ടിംഗ് ഉള്ള കോഎഫിഷ്യൻസ് എന്ന് പറയുന്നതിലായിരിക്കും കൂടുതൽ ഡാറ്റ ഉണ്ടാവാം. അത് ഈ ഇമേജിന്റെ ഡാറ്റ എല്ലാം ഈ സമയത്ത് നമുക്ക് ഈ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി ഇങ്ങോട്ടേക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിനെല്ലാം നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് കളയാം. ഈ കോൺസെൻട്രേറ്റ് ചെയ്ത ഡാറ്റേനെ മാത്രം നമുക്ക് എടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഇൻവേഴ്സ് DCTയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് ആ ഇമേജിനെ എക്സ്ട്രാക്ട് ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എനർജി കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സിഗ്നൽ എനർജി ഓർ ഇമേജ് എനർജി ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി ഫ്യൂ നമ്പർ ഓഫ് കോഎഫിഷ്യൻസ് നിയർ ദ ഒറിജിൻ. അതായത് ഒറിജിന്റെ അടുത്തുള്ള ഫ്യൂ നമ്പർ ഓഫ് കോഎഫിഷ്യൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിഗ്നൽ എനർജി അല്ലെങ്കിൽ ഇമേജ് എനർജി കോൺസെൻട്രേറ്റ് ഉണ്ട്. അത് നമ്മൾ DFTയിലും അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നിങ്ങൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തപ്പം 1 എന്നുള്ളൊരു മെട്രിക്സ് നിങ്ങൾ DFT അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വാല്യൂ 16 വരും, ബാക്കിയൊക്കെ 0 ആയി. അപ്പൊ അതൊരു എനർജി കോമ്പാക്ഷൻ ആണ്. അപ്പൊ അതായത് ഏറ്റവും ആദ്യമുള്ള കോഎഫിഷ്യന്റ് മാത്രം നമുക്ക് അതിൽ മാത്രം ഈ ടോട്ടൽ എനർജി കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നു, ബാക്കിയുള്ള 0 ആയി. അപ്പൊ ഈ DFTയിലും എനർജി കോമ്പാക്ഷൻ ഉണ്ട്, പക്ഷെ കമ്പയർഡ് ടു DCT DFTയുടെ എനർജി കോമ്പാക്ഷൻ കുറവാണ്. ഏറ്റവും കൂടുതൽ എനർജി കോമ്പാക്ഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നത് DCT ആണ്. അപ്പൊ അതുകൊണ്ടായിട്ട് ഇത് വൈഡായിട്ട് നമ്മൾ ഇമേജ് കംപ്രഷനിൽ യൂസ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പം എനർജി കോമ്പാക്ഷൻ, ഒരിക്കൽ വാട്ട് ഈസ് എനർജി കോമ്പാക്ഷൻ എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു ചെറിയ മാർക്കിന് തിയറി പോലെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം DCT ആണ് ഏറ്റവും നന്നായിട്ട് എനർജി കോമ്പാക്ഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതൊക്കെ നോക്കി വെക്കുക ജസ്റ്റ്. ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പറയാം.